നമസ്കാരം. മധ്യേഷ്യയിൽ വീണ്ടും ബോംബിട്ട് ഇസ്രായേൽ. ട്രംപ് പിന്മാറി. ഇസ്രായേൽ ഇറാൻ യുദ്ധം വീണ്ടും. അടിക്കടി നൽകുന്ന മുന്നറിയിപ്പുകൾ. മിഡിൽ ഈസ്റ്റിലെ പിടിവാശിയും ട്രംപിന്റെ നീക്കവും ഒക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, അടങ്ങിയിരിക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും അടിക്ക് തിരിച്ചടി തന്നെ നൽകുമെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്യുമ്പോൾ മധ്യേഷ്യയിൽ വീണ്ടും വലിയ സംഘർഷ സാധ്യതകൾ, മധ്യേഷ്യ വീണ്ടും കടുത്ത ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഇറാനെതിരെ മുന്നറിയിപ്പുമായിട്ട് ട്രംപ് രംഗത്തെത്തിയപ്പോൾ ഹമാസിന്റെ പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം ലക്ഷ്യമിട്ട് ഇസ്രായേൽ തങ്ങളുടെ നിലപാട് കർശനമാക്കി. മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. ഇറാനുമായി പുതിയൊരു കരാറിലെത്തുവാനോ അല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടുവാനോ തയ്യാറാകണം അല്ലെങ്കിൽ തയ്യാറെടുക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ചർച്ചകളിലൂടെയോ സമ്മർദ്ദത്തിലൂടെയോ ഇറാനെ വരുതിയിലാക്കാനാണ് നീക്കം. അതേസമയം ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കണം എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ഇസ്രായേൽ എത്തുന്നു. മാത്രമല്ല, സത്യത്തിൽ ട്രംപ് യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എന്നാൽ ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യം നെതന്യാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം വീണ്ടും ആരംഭിക്കുകയാണ്. ഗാസയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നിലപാടും ഈ രണ്ട് വലിയ തീരുമാനങ്ങളും മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ പോകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കം വേണ്ട. മേഖലയിൽ സൈനിക നീക്കങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത അടക്കം വളരെ കൂടുതലാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ശീതയുദ്ധം വഷളാവുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ ട്രംപിന്റെ മുന്നറിയിപ്പിനെ എങ്ങനെ നേരിടുമെന്നും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നു. മധ്യേഷ്യയിലെ ശാന്തതയ്ക്ക് ഇനി വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ വരികയാണ്. മധ്യേഷ്യയിൽ അതുകൊണ്ട് തന്നെ വീണ്ടും ബോംബിട്ടുകൊണ്ട് ഇസ്രായേൽ പട മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കൻ നേതാവ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ഇസ്രായേൽ ഇറാൻ യുദ്ധം വീണ്ടും കൊഴുക്കുകയും ചെയ്യുന്നു. ഇനിയും ആരംഭിക്കേണ്ടതും ഇനിയും മുന്നോട്ട് പോകേണ്ടതും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് തെളിയുകയാണ്.